സംസ്ഥാന കോൺഗ്രസിൽ തർക്കങ്ങളും വിവാദങ്ങളും രൂക്ഷമാകുകയാണ്. അപ്പോഴാണ് UDF നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത്. അതേസമയം എതിരെയുള്ള LDFും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ തന്നെ അവരുടെ സംസ്ഥാന സമ്മേളനമൊക്കെ സംഘടിപ്പിച്ച് എല്ലാ ജില്ലാ സമ്മേളനമൊക്കെ കഴിഞ്ഞ് അവർ വളരെ സംഘടിതമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ആര് മുഖ്യമന്ത്രിയാകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇലക്ഷൻ വരുന്നേ ഉള്ളൂ, പ്രേക്ഷകർ നാട്ടുകാർ ജയിപ്പിക്കണം, അതൊന്നും ആലോചിക്കാതെ ഒരു പടലപ്പിണക്കം ഈ UDFിൽ ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും മലയോര ജാഥയുടെ അവലോകനമാണ് ഇന്നത്തെ പ്രധാന അജണ്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ വിവാദങ്ങളും ചർച്ച ചെയ്യും. തനേഷ് തമ്പി വിവരങ്ങളുമായി കൊച്ചിയിൽ. തനേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇവർ ചർച്ചയോടെ ചർച്ചയാണ്, എന്നിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ ഇവർക്ക് തീർക്കാൻ കഴിയുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് SKN. കളമശ്ശേരിയിലെ ചാക്കോള പവലിയനിലാണ് ഇന്ന് UDFിൻ്റെ യോഗം നടക്കുന്നത്. UDFിൻ്റെ ജില്ലാ ചെയർമാൻമാരും കൺവീനർമാരും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ ചർച്ചയോട് ചർച്ച തന്നെയാണ്. പക്ഷേ ഈ തർക്കങ്ങൾ തുടരുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പിന്നിൽ നേതാക്കൾ പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ശശി തരൂരിൻ്റെ വിവാദം വരെ നമുക്ക് ഉദാഹരണമായി കാണാൻ പറ്റും. UDFിൽ ഇപ്പോൾ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. അതിലെ നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അതിനോടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ ഘടകകക്ഷികൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇന്നലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത്. ഒട്ടും ആശാവഹമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് UDFിനെ സംബന്ധിച്ചിടത്തോളവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ചോദ്യം ഘടകകക്ഷികളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തുണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ, പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള ഭിന്നതകൾ, ഇതൊക്കെ ഇന്നത്തെ യോഗത്തിൽ പ്രതിഫലിക്കും. ഒരുപക്ഷെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യം ഉന്നയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDF അവസാനമായി ഏകോപനത്തോടുകൂടി ചെയ്ത ഒരു കാര്യം VD സതീശൻ്റെ നേതൃത്വത്തിൽ നടന്ന മലയോര യാത്രയാണ്. അത് വലിയ വിജയമായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. 40-ലധികം മണ്ഡലങ്ങളിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ചിട്ടുള്ള അതിനെതിരെയുള്ള ഈ ഒരു വലിയ ക്യാമ്പയിൻ അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് UDF കാണുന്നത്. അതിൻ്റെ ഒരു അവലോകനം ഉണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രക്ഷോഭം അത് ഏറ്റെടുക്കുന്ന കാര്യവും അതിൻ്റെ ഭാഗമായി ഒരു കടൽ യാത്ര സംഘടിപ്പിക്കുന്ന കാര്യവുമൊക്കെ UDF ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ അപ്പുറത്ത് UDFിലെ ഘടകകക്ഷികൾക്കിടയിൽ പ്രാദേശികമായ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തൊടുപുഴയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പലയിടങ്ങളിലും.